പോലെ അങ്ങനെയാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്. വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ. അല്ലാഹുവിന്റെ വലിയ വലിയ ദൃഷ്ടാന്തങ്ങളുണ്ടല്ലോ. ആകാശം പോലെ, ഭൂമി പോലെ, അനന്തമായ നീലസാഗരം പോലെ അല്ലാഹുവിന്റെ വലിയ വലിയ അത്ഭുതങ്ങളിൽപ്പെട്ടതാണ്, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. നിങ്ങളുടെ സ്വശരീരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് നാം ഇണകളെ പടച്ചു തന്നതെന്ന് എന്തിനു വേണ്ടിയെന്നറിയുമോ? ലിയസ്കുനൂ ഇലൈഹാ, ലിതസ്കുനൂ ഇലൈഹാ. നിങ്ങൾ അവരിലേക്ക് ഒതുങ്ങാൻ വേണ്ടി, നിങ്ങൾക്ക് സമാധാനം നൽകാൻ. പെണ്ണ് സമാധാനമാണ്, പെണ്ണിന്റെ വാക്കുകൾ സമാധാനമാണ്, അവളുടെ കിളിമൊഴികൾ സമാധാനമാണ്, അവളുടെ മടിത്തട്ട് സമാധാനമാണെന്ന് അല്ലാഹു അസ്സ വജൽ. പെണ്ണ് സമാധാനക്കേടല്ല, പെണ്ണ് സമാധാനമാണ്. അവള് മാതാവായിരിക്കുമ്പോൾ സമാധാനമാണ്, അവള് പെങ്ങളായിരിക്കുമ്പോഴും സമാധാനമാണ്, അവള് ഭാര്യയാകുമ്പോഴും സമാധാനമാണ്, അവൾ പെൺകുഞ്ഞായിരിക്കുമ്പോ പ്രിയപ്പെട്ട മകളായിരിക്കുമ്പോഴും സമാധാനമാണ്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നമ്മുടെ സ്വർഗം എവിടെയാ കിടക്കുന്നത്? എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഓരോ ആണിന്റെയും സ്വർഗം എവിടെയാ കിടക്കുന്നത്? പെണ്ണിനെ കുറിച്ച് പറയുമ്പോ പ്രിയപ്പെട്ട ആളുകളെ, നമ്മുടെ സ്വർഗം എവിടെയാണ് കിടക്കുന്നത്? അൽ ജന്നതു തഹത അഖ്ദാമിൽ ഉമ്മഹാത്ത്. നമ്മളെല്ലാം ഒരു ഉമ്മതറ്റ മക്കളല്ലേ? ഒരു പെണ്ണിന്റെ ഗർഭാശയത്തിൽ വളർന്നു വന്നവരല്ലേ? നമ്മുടെ പ്രസവിച്ച ഉമ്മയുണ്ടല്ലോ, ആ ഉമ്മയുടെ കാലിന്റെ അടിയിലാണ് സ്വർഗമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്നാൽ നമ്മൾ ഭർത്താവാകുമ്പോഴോ നബിയേ, അങ്ങയുടെ സമുദായത്തിലെ ഏറ്റവും നല്ല ആളുകൾ ആരാണ് എന്ന് ചോദിച്ചപ്പോ നബിയുടെ മറുപടി എന്തെന്നറിയുമോ? ഖിയാറുകും ഖിയാറുകും ലിനിസാഇകും. നിങ്ങളിൽ ഏറ്റവും നല്ലവൻ നിങ്ങളുടെ ഭാര്യമാരോട്, നിങ്ങളുടെ പ്രിയപ്പെട്ട ഇണകളോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ പണ്ഡിതനായതുകൊണ്ടായില്ല, വലിയ പ്രാസംഗികനായതുകൊണ്ടായില്ല, വലിയ രാഷ്ട്രീയക്കാരനായതുകൊണ്ടായില്ല, നാട്ടുകാർക്ക് മുഴുവൻ വേണ്ടപ്പെട്ടത് കൊണ്ടായില്ല. നിന്റെ ഭാര്യ നൽകുന്ന സർട്ടിഫിക്കറ്റാണ് നിന്റെ സർട്ടിഫിക്കറ്റ് എന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹ്. പെണ്ണ് മകളാകുമ്പോഴോ എന്താ അതിന്റെ മഹത്വം എന്നറിയുമോ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ലയോ, ആർക്കെങ്കിലും രണ്ട് പെൺമക്കളുണ്ടായാൽ ഫഅദ്ബഹുന്ന ഫഅഹ്സന ഇലൈഹിന്ന കുന്ന ലഹു സിത്റൻ മിനന്നാർ. മറ്റൊരു ഹദീസിൽ ഇതേ സംഭവം പെങ്ങന്മാരെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്. ഒരാൾക്ക് രണ്ട് പെങ്ങന്മാരുണ്ടായി, അല്ലെങ്കിൽ രണ്ട് പെൺമക്കളുണ്ടായി. അവരോട് മര്യാദക്ക് ജീവിച്ചു, അവരെ സ്നേഹിച്ചു, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുത്തു, അവർക്ക് വിദ്യ നൽകി, അവർക്ക് വസ്ത്രം നൽകി, അവർക്ക് സ്നേഹം നൽകി, അവർക്ക് ലാളന നൽകി, അവർക്ക് സംരക്ഷണം നൽകി. ഫഅഹ്സന ഇലൈഹിന്ന, നല്ല പ്രവർത്തനങ്ങൾ അവർക്ക് വേണ്ടി നൽകിയിട്ട് നീ ഒരുത്തന്റെ ബലിഷ്ഠമായ കൈകളിലേക്ക് നിന്റെ പെങ്ങളുടെ കൈ അല്ലെങ്കിൽ നിന്റെ പൊന്നുമോളുടെ കൈ വെച്ച് കൊടുക്കുമ്പോഴുണ്ടല്ലോ, ആ പെൺകിടാങ്ങൾ, ആ പെൺകുട്ടികൾ, ആ പെങ്ങന്മാര് നാളെ നരകത്തിൽ നിന്നുള്ള പരിചയമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം അവിടുത്തെ ശറഫാക്കപ്പെട്ട ഭവനത്തിൽ ആയിഷ ബീവിയോട് സംസാരിച്ചു.